ഭൂതം, പ്രേതം, പിശാചുക്കൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ ഇപ്പോഴും കൃത്യമായിട്ട് ഒരു ബോധവാന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് ഇത്തരത്തിൽ ഉള്ള ഈ നെഗറ്റീവ് എനർജികൾ ഉള്ളതാണോ അതോ വെറും കെട്ടുകഥകൾ മാത്രമാണോ എന്ന്. ആ കെട്ടുകഥകളുടെ ചുരുളഴിയിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട സുജിത്താശാനാണ്. സുജിത്താശാൻ, സ്വാഗതം. നീ എങ്ങനെയാണ് മരണപ്പെട്ടത്? വണ്ടി ആക്സിഡന്റ്, സ്കൂട്ടർ ചെന്ന് പോസ്റ്റയിൽ ഇടിച്ചാണ്. എന്ത് സംഭവിച്ചു? ജലത്തിലൂടെയും കയറാം, തകിടിലൂടെയും കയറാം, പ്രകൃതിയിലൂടെയും കയറാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളൊരു ചോദ്യമാണ്, ഇതെങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും? അവരുടെ മരുമകൻ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചു. അവർക്ക് മുദ്രപത്രത്തെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ വേണമെങ്കിലും ചെയ്യും. ഞാൻ ചോദിച്ചു, നീ ആരാണ് ഈ ശരീരത്തിൽ ഇരിക്കുന്ന ആരാണ് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് മരണപ്പെട്ടത്. ഇത് സത്യത്തിൽ നേരിട്ട് ഉണ്ടായിട്ടുണ്ട്, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രേതബാധ എന്ന് പറയുന്നത് വഴിയിലും കയറാം. ഈ പെണ്ണുങ്ങളുടെ മേത്താണുള്ള പെണ്ണുങ്ങളുടെ മേത്തുള്ള പ്രേതബാധ ഇല്ല. അതായത് ഈ തകിട് വെക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കൂടോത്രം എന്ന് പറയുന്നത് കൂടമന്ത്രം എന്നാ പറയുന്നത്. ബോംബ് വാട്ടർ പോലെ കൊണ്ടിരിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോലും അപകടാവസ്ഥയിലുള്ള കാര്യങ്ങൾ ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക് മാജിക്കിൽ പെട്ടിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇത് വെച്ചാൽ പണി കിട്ടും എന്നുള്ള രീതി തന്നെ. അതിൻ്റെ തന്നെ വാസ്തവം. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിങ്ങാട്സൻ ബറുവ. വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് മൈൻഡ്സ്കേപ്പ്. ഭൂതം, പ്രേതം, പിശാചുക്കൾ, മറ്റു മതങ്ങളിൽ ഇബിലീസ് അല്ലെങ്കിൽ ദജ്ജാൽ അല്ലെങ്കിൽ ലൂസിഫർ എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ, ഇലുമിനാറ്റി, സാത്താൻ സേവ തുടങ്ങിയ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഭിചാര ക്രിയകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ ഇപ്പോഴും കൃത്യമായിട്ട് ഒരു ബോധവാന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് ഇത്തരത്തിൽ ഉള്ള ഈ നെഗറ്റീവ് എനർജികൾ ഉള്ളതാണോ അതോ വെറും കെട്ടുകഥകൾ മാത്രമാണോ എന്ന്. ആ കെട്ടുകഥകളുടെ ചുരുളഴിയിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട സുജിത്താശാനാണ്. സുജിത്താശാൻ, സ്വാഗതം. എങ്ങനെ പോകുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ? നല്ല രീതിയിൽ, കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് സുജിത്താശാനെ കുറിച്ച്. തീർച്ചയായിട്ടും അറിയണം. എനിക്ക് കുറച്ച് സത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ട്. അതായത് ഇന്നേ വരെ നമുക്ക് എല്ലായിടത്തു നിന്നും സിനിമകളിൽ മാത്രം കണ്ടുവരുന്നതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് അറിയാവൂ. ഇത് ശരിക്കും അനുഭവിച്ച് മനസ്സിലാക്കി വന്നിട്ടുള്ളതാണ് ഞാൻ. ഒരുപാട് പ്രേതബാധാപരമായിട്ടുള്ള വിഷയങ്ങളും കുടുംബപരമായിട്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങളും ഇതേപോലെയുള്ള സാത്താ സേവ, ചാത്തൻ സേവ, ഈ മറ്റ് ആഭിചാരപരമായിട്ടുള്ള കൂടോത്രങ്ങൾ, ക്ഷയിച്ചു പോയ ക്ഷേത്രങ്ങളിൽ നിന്നുണ്ടാകുന്നത്, മുസ്ലിം പരമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ വരുന്ന ഒരുപാട് അത് ദുരൂഹമാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ബാധിച്ചു വരുന്നതായിട്ടുള്ളതാണ്. ശരിക്കും ഒരാൾക്ക് നമുക്ക് പ്രേതബാധ ബാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണക്കാരനെ ബാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, മെഡിസിൻ കൊടുക്കുക, അവന് ഭ്രാന്താണെന്നുള്ളൊരു ചിത്രീകരണത്തിലേക്ക് പോകും. ശരിക്കും ഇതിൻ്റെ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 40 പേർക്ക് മേളിൽ പ്രേതബാധാപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് പ്രേതബാധ വിഷയങ്ങളുണ്ടാകുന്നത്. പുരുഷന്മാർക്ക് കുറവാണ്. വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരിത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രാത്രി സഞ്ചാരപരമായിട്ടുള്ള ശ്രദ്ധക്കുറവ് മൂലമൊക്കെയാണ് ഇവർക്ക് കൂടുതലും പ്രേതബാധ വിഷയങ്ങൾ. കുട്ടികൾ മരണപ്പെടുക,
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്കിപ്പോൾ അനുഭവത്തിൽ വന്നിരിക്കുന്ന അബോർട്ടഡ് കേസുകൾ, കുട്ടികൾ വേണ്ടെന്ന് വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും നക്ഷത്രത്തെക്കുറിച്ചൊക്കെ പറയാറില്ലേ, ഏത് മതസ്ഥരായാലും ഒരു കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്, അതായത് വേണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ ഇത് കൂടെ നിൽക്കുന്നവരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ആ പ്രവേശനം മൂലം അവർക്കുണ്ടാകുന്ന വിഷയങ്ങൾ ഒരുപാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ, പഠനപരമായി, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പഠനപരമാണ്. ഞാൻ ഒരുപാട് കേസ് ഒഴിവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാർ അല്ല എന്താ ആശാനെ, അതായത് നമ്മൾ കേട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രേതബാധ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റീവ് എനർജിയുടെ ഒരു മറ്റൊരു മനുഷ്യനിലേക്കുള്ള ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് ഇന്ന് സമൂഹത്തിൽ. അതായത് ഇതൊരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഒരു സമൂഹം, അതായത് കച്ചവടവൽക്കരിക്കുന്ന ഒരു സമൂഹവും ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അതിനെങ്ങനെയാണ് അതായത് അതിനുശേഷം നമുക്ക് സുതാശാന്റെ ഈ അനുഭവങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെന്റലിസം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഈ മെന്റലിസം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും മെന്റലിസം ചെയ്യണമെന്ന ആൾക്കാർക്ക് അവർക്ക് ഒരുപാട് വിഷയങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അവർ പറയുന്നത് ഈ പ്രേതബാധ എന്ന് പറയുന്ന സാധനം ഇല്ലെന്ന്. ഞാൻ അവരുമായിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ മെന്റലിസം ചെയ്യുന്ന ആൾക്കാർക്ക് പ്രേതബാധ വന്നിട്ട് ഞാൻ ഒഴിവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഇടയ്ക്കൽ ഒഴിവിന് പോകുമ്പോൾ അവരുടെ ഇടയ്ക്ക് പോയിരുന്ന് സംസാരിച്ച് അവരുടെ മനസ്സ് പഠിക്കുമ്പോൾ അവർ വേറൊരു തലത്തിലിരുന്ന് സംസാരിക്കും. വേറൊരാള് ഇപ്പം പറയാല്ലേ, 50 വയസ്സുള്ള ആളുടെ പുറത്ത് 10 വയസ്സുള്ളൊരു കൊച്ചു കയറി എന്താണ് സംഭവിക്കുന്നത് ആ രീതിയിൽ സ്വഭാവം വരും. അതേപോലെ തന്നെ 10 വയസ്സുള്ള കൊച്ചിൻ്റെ മേത്ത് ഒരു 20 വയസ്സുള്ള ഒരാൾ കയറിയ പെരുമാറുന്ന രീതിയിൽ നമുക്ക് തന്നെ ഭയം തോന്നുന്ന ഒരവസ്ഥ വരും നമുക്ക്. അത് ഞാൻ നേരിട്ട് അനുഭവത്തിൽ ഞാൻ നേരിട്ട് അത് മനസ്സിലാക്കി ഒഴിവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്താണ് ഈ പണ്ടത്തെ സിനിമ ഇതിൽ കാണുന്ന പോലെ വടിയും ഇതും വെച്ച് ഭീകര അന്തരീക്ഷമൊന്നും ഇല്ല ഇതിനകത്ത്. അതായത് സ്വാഭാവികമായിട്ടും ആശാന് ഒരുപാട് അനുഭവങ്ങൾ കാണും. അതായത് ആശാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ പഠിച്ചിട്ട് 23-24 കൊല്ലമായി ഇതിനെ. ഇത് പഠിച്ചിട്ടാണോ വരുന്നത്? ഇതെങ്ങനെയാണ് പഠിക്കുന്നത്? ഇത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാന്റെ ഗുരു ആരാണ്? എന്റെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഗുരുവായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് കഴിഞ്ഞാൽ ഓരോ ഭാഗത്തിന് ഇപ്പൊ അഘോരം പഠിക്കുന്നു, ശിവപരമായിട്ട് പഠിക്കണം, അത് ഒരു തന്ത്രി മുഖേന ശാന്തി മുഖേന മാത്രം പഠിക്കുക. അവർക്ക് ഇപ്പൊ ഒരു അഘോരം പഠിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചുടലപരമായിട്ടുള്ള കാര്യങ്ങൾ, മരണാനന്തര കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് അഘോരത്തിൽ വരുന്നത്. അതായത് കാശി, അതേപോലെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ആലുവ, അവിടെയൊന്നും അഘോരമായിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നത് ദേവീപരമായിട്ടുള്ളതും. അത് ഓരോ മൂർത്തിക്കും ഓരോ പഠനങ്ങളാണ്. അല്ലാതെ ഒരു തന്ത്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു മഠാധിപതി തന്ത്രങ്ങൾ മാത്രം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന അവർ ഓരോ മൂർത്തി ഭാവങ്ങളിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. മനസ്സിലായ? അത് അങ്കി മാത്രമേ നമുക്ക് അതിനൊരു ഊർജം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ പഴനിയിരിക്കുന്നതാണെങ്കിലും ഇരിക്കുന്ന വിഗ്രഹം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതിനെ കുറിച്ച് മിക്ക ജനങ്ങൾക്ക് ഓരോ 100 പേരെടുത്ത 10 പേർക്കേ അറിയാൻ പറ്റൂ. അവിടെ ഉണ്ടായ രോഗങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി പാലഭിഷേകം ചെയ്ത് ആ പാലഭിഷേകം കൊടുത്ത് രോഗങ്ങൾ മാറിയതാണ്. അതായത് ഒരു നല്ലൊരു ഉപാസകൻ അത് ആർജിച്ചെടുക്കുന്നതാണ് ഓരോ കാരണങ്ങൾ. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഞാൻ പ്രേതബാധ എൻ്റെ അവിടെ പ്രേതബാധ ഒഴിയാനായിട്ട് ആളുകൾ കുറവാണ്. ശരി, അത് ചെയ്യാനായിട്ട് എല്ലാവർക്കും പേടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ശരീരത്തിൽ പ്രവേശിക്കാം. അങ്ങനെ ഒരു സംഭവം ശരീരത്തിൽ പ്രവേശിക്കും. നമ്മൾ ഒഴിവ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം എഴുന്നേക്കാൻ പറ്റാതെ വരും. അതായത് നമ്മളൊരു മഠത്തിൽ നിന്ന് നമ്മളൊരു ഒഴിവിന് പോയാൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല.
എല്ലാവർക്കും നിസ്സാരമായിട്ട് കാണുന്നുണ്ട്. അങ്കിൽ ഞങ്ങൾ പണപ്പിരിവില്ല, ഇല്ല, സാമ്പത്തികമായിട്ട് ഒന്നും ഇതിൽ നേടാനൊന്നുമില്ല. നേടാനായിട്ടൊന്നുമില്ല. അവിടുന്ന് അവിടെ മഠത്തിലേക്ക് വരുന്ന എണ്ണാതിരി, അവിടെ നടക്കുന്ന ഒരു ചടങ്ങിലേക്കുള്ള ഒരു വരുമാനം മാത്രം നമ്മളത് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നമ്മളിത് ഒഴിവ് ചെയ്ത് ആ സാധനം അവരിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞ് അവർക്ക് തിരിച്ചു വരാൻ പറയും. ആ ഫാമിലി വന്നിട്ട് നിങ്ങൾ ഓൾറെഡി ഓക്കെ ആണോ എന്നത് വെരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത്. പണ്ടത്തെ രീതിയിലുള്ള ദുർമന്ത്രവാദം എന്ന് പറയുന്നതൊന്നും അല്ല. അതൊക്കെ വെറുതെ പേടിപ്പെടുത്തി ആളുകളുടെ ജനങ്ങളുടെ പണം തട്ടിയെടുക്കുക. ഈ തകിടെഴുതി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. തകിടെഴുതി കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. ഞാനൊരു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം വരെ ആ മാസത്തിൽ ഒരു 4 ദിവസം പോകും. 4 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 10, 12, 13 തകിട് വരെയൊക്കെ എടുത്തിട്ട് വരും. ഭരണി നിറഞ്ഞിട്ടുണ്ട്. ഒരു സമയം അത് തന്നെയായിരുന്നു പരിപാടി. അതായത് ഈ തകിട് വെക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കൂടോത്രം എന്ന് പറയുന്നത് കൂടമന്ത്രം എന്നാ പറയണത്. കൂടപരമായിട്ടുള്ള മന്ത്രം. അത് ശരിക്കും അറിയാവുന്ന ഒരു പ്രേതബാധാപരമായിട്ടുള്ള മാന്ത്രികപരമായിട്ട് എഴുതി അത് കൊണ്ടുപോയി സ്ഥാപിക്കും. നമ്മളത് കാലിക വെച്ച് നടക്കും. അതിനുള്ളിൽ നമുക്ക് ഓരോ വിഷയങ്ങൾ നമുക്കുണ്ടാവും. അല്ല ഈ സാറേ, ഈ എന്താ ആശാനെ, ഈ കൂടോത്രം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇത് വെച്ചാൽ പണി കിട്ടും എന്നുള്ള രീതി തന്നെ. അതിൻ്റെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അത് ശരിക്കും ശരിയായിട്ടുള്ള കാര്യം. അറിയാവുന്നതിന് എഴുതി കഴിഞ്ഞാൽ ആൾ താഴത്ത് പോകും. വേണ്ട വെള്ളം ജപിച്ചു കൊടുത്താൽ മതി. പോവോ? ആ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തിരുവിഴാമ്പലം ചേർത്തല തിരുവിഴാമ്പലം എന്തുകൊണ്ട് ഛർദ്ദിക്കലോടെ നടക്കണം? അത് വേണ്ടെന്ന് വെച്ചാൽ പോലെ ശനി ഞായറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഛർദ്ദിക്കാൻ മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. അതായത് ചേർത്തല തിരുവിഴ ക്ഷേത്രത്തിൽ കൈവിഷം എന്ന് പറയുന്നത് കൈ കൊണ്ട് കൊടുക്കുന്ന വിഷം. വിഷം എന്ന് പറയുമ്പോൾ നമുക്ക് ആള് മരണപ്പെടാനുള്ള വിഷം അല്ലത്. അതിനങ്ങനെയാണ് അതിന് നാമധേയം കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ആഭിചാരപരമായിട്ടുള്ളതും, അതായത് പണ്ടത്തെ കർമ്മങ്ങ വേദിയിൽ പറയുന്നുണ്ട്, ഒരു അപകടത്തിൽ മരണപ്പെടുന്ന ആളുടെ തലയിലും നെഞ്ചിലെയും കാലിലെയും ചാരം എടുത്ത് ആവാഹിച്ച് ജലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഭ്രാന്ത് പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ആ പ്രേതബാധ അവൻ്റെ മേത്ത് പ്രവേശിക്കുമെന്ന് പറയുന്നു. അന്നേരം അങ്ങനെ കൊടുക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷിക്കും. ഞങ്ങളൊരു പ്രേതബാധ ഒഴിവിന് ചെന്നാൽ അവിടുന്ന് ഞങ്ങൾ വെള്ളം പോലും കഴിക്കാറില്ല. ഇല്ല, പേടിയാല്ലേ? അല്ല, കഴിക്കാൻ പാടില്ലെന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരിലേക്കാകും നമ്മൾ. അവരുടെ കർമ്മവേദി അവർക്ക് ഫലമില്ലാതെ പോകുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി കഴിയുമ്പോൾ ഒരു പ്രേതബാധ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാധ നമുക്ക് വെള്ളത്തിലൂടെയും കയറാം, ജലത്തിലൂടെയും കയറാം, തകിടിലൂടെയും കയറാം, പ്രകൃതിയിലൂടെയും കയറാം. ഒരാൾ വന്ന് നമ്മൾ പെട്ടെന്നാണ് കൺവെർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു 3 മാസത്തിന് മുമ്പ് ഒഴിവിന് ചെല്ലുമ്പോൾ ഞാൻ വിഷയം എടുത്ത് നിങ്ങളുടെ വീട്ടിൽ പ്രേതബാധ വിഷയമുണ്ട്. അന്നേരം അവർ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവരുടെ മരുമകൻ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർക്ക് മുദ്രപത്രത്തെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ വേണമെങ്കിലും എഴുതി തരാം, ഇത് നേരിട്ട് തെളിയിച്ച് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതൊന്നൊരു ചലഞ്ചാണ്. നമ്മളൊരു ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ശരി. നമ്മൾ പഠിച്ചതിന് ഒരു വില ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു. ഞാൻ അവിടെ ചെന്നു. 2 പെൺകുട്ടികളാണ്. ഒരു ആളുടെ പെൺകുട്ടിക്ക് ഒരു കുട്ടിയുണ്ട്. അത് ഒരു 4 വയസ്സ് പ്രായം. എവിടെയാ സ്ഥലം? അത് ചേർത്തല തന്നെ, തുറവൂർ ഭാഗമാണ്. ചെന്നു. അച്ഛനുണ്ട്, ഒരു പെൺകുട്ടീനെ കെട്ടിയിരിക്കുന്ന മരുമകനുണ്ട്. അങ്ങനെ ഇവർ അമ്മയുണ്ട്. അങ്ങനെ 5-6 പേരുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ കർമ്മവേദിയിൽ നമ്മൾ വിളക്ക് വെച്ച് കർമ്മം തുടങ്ങാനായിട്ട് വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചി ഭയങ്കര അലമ്പ്. അത് കഴിഞ്ഞ് ഉടനെ ഈ കൊച്ചിൻ്റെ അമ്മയുടെ മേത്തേക്ക് മാറി അവരുടെ തലകറക്കവും കാര്യങ്ങളും വന്നു. അത് കഴിഞ്ഞ് അതായത് കൊച്ചിൻ്റെ ദേഹത്താണ് ആദ്യമേ കൊച്ചിന്റെ മേത്തായിരുന്നു. ആദ്യമേ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നത് ഈ കൊച്ചിന്റെ അമ്മയുടെ മേത്തായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തോട്ടെ ആശാനെ. അതായത് എങ്ങനെയാണ് ഇത് ഒരു വ്യക്തിയുടെ ദേഹത്തിലേക്ക് ഇത് ആവാഹിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കയറുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. അത് ഒന്ന് രക്തബന്ധപരമായിട്ട് വരുന്നുണ്ട്.
അതെന്താണ് രക്തബന്ധം അല്ല, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, എന്നിട്ട് നമുക്ക് ഈ അനുഭവങ്ങളിലേക്ക് പോവാം. അതായത് എല്ലാവരുടെയും സംശയമാണ്, എൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളുടെയും ഒരു സംശയമാണ്, ഇത് ഉള്ളതാണോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ സംശയിക്കുന്നുള്ള ഇതൊക്കെ ഉള്ളതാണോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എങ്കിൽ പോലും നെഗറ്റീവ് എനർജി ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. പക്ഷെ അതൊരു പ്രേതം ബാധ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, നെഗറ്റീവ് എനർജി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളൊരു ചോദ്യമാണ്, ഇതെങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും? അത് ആശാന്റെ അറിവ് എന്താണെന്ന്, എൻ്റെ അറിവ് വെച്ച് എനിക്ക് മനസ്സിലാക്കിയതും കണ്ടതുമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മുൻ ജന്മപരമായിട്ട് വരാറുണ്ട്. അതായത് ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരാൾ മരണപ്പെടുക. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം, സ്വാഭാവികമായിട്ട് ഒരു ഉദാഹരണ സഹിതം പറയുവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാക്കി തരാം. ഇപ്പോൾ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു. ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, ഒരു മുത്തശ്ശിയുണ്ട്, ആ അച്ഛനും അമ്മയുടെ അമ്മയുണ്ട്. ആ പെൺകുട്ടീനെ വിവാഹം കഴിച്ചു. ആ പെൺകുട്ടി ഗർഭം ധരിച്ചു. കഴിഞ്ഞപ്പോൾ ഈ അമ്മമ്മക്ക് ഈ കുട്ടീനെ ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടീനെ താലോലിക്കണമെന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് നടന്നു വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. എനിക്ക് ആ കുട്ടി വന്നു കഴിഞ്ഞാൽ അതിനെ താലോലിക്കണം എന്നുള്ള. ഈ പെൺകുട്ടി പ്രസവിക്കുന്നതിന് മുമ്പായിട്ട് ആ അമ്മമ്മ മരണപ്പെടുകയും ഈ മരണപ്പെടുന്നത് അത് ഇപ്പോൾ പെൺകുട്ടിക്ക് 3 മാസമുള്ള സമയത്തായിരിക്കും, ഗർഭം ധരിച്ച് 3 മാസമുള്ള സമയത്തായിരിക്കും ആള് മരണപ്പെടുന്നത്. അത് സാധാ മരണമാണോ അല്ലെങ്കിൽ ഒരു ദുരൂഹ മരണമോ? ഏതായാലും മരണപ്പെടുന്നു. ഈ കുട്ടിയുടെ ആഗ്രഹത്തിൽ, ഈ കുട്ടീനെ കാണുമെന്ന ആഗ്രഹത്തിൽ ഇരിക്കുന്ന ആരായാലും ഇതിപ്പോ അമ്മുമ്മയാകാം, അച്ഛനാകാം, അപ്പൂപ്പനാകാം, ആരുമായിക്കോട്ടെ, മുന്നോട്ട് വന്ന് കുട്ടി ജനിച്ചു. കുട്ടി ഒരു 10-11 വയസ്സായി കഴിയുമ്പോൾ, ഏകദേശം ആ വയസ്സിലാണ് തുടങ്ങണത്. അതായത് ഒരു 10 വയസ്സ് കഴിയുമ്പോഴേ അതിന്റെ പ്രാരംഭങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയാൽ കുട്ടി പഠനപരമായിട്ട് ബുദ്ധിമുട്ട്, കുട്ടിക്ക് എന്തെങ്കിലും നല്ല, ആ വീട്ടില് അവർക്ക് നല്ല ഒരു ഫംഗ്ഷന് പോലും പോകാൻ പറ്റത്തില്ല. ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അപ്പം അവിടെ പ്രശ്നങ്ങളാണ്. അതായത് അവർ സങ്കടപ്പെട്ട് വരേണ്ടതായിട്ടുള്ള അവസ്ഥ, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം, അതായത് ചോറ് പോലും വാളിച്ചു പോകുന്ന, അതായത് മോശപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇവര് മുറിയിലിരിക്കുമ്പോൾ പുറത്തുനിന്ന് കൊട്ടുന്നതായിട്ട് വരിക, ഇരുന്ന് എവിടെയെങ്കിലും ചെയറിലിരിക്കുമ്പോൾ പുറകിൽ കൂടെ ഒരു നിഴല് പാസ് ചെയ്യുന്നതായിട്ട് തോന്നുക, അങ്ങനെ ഒരു വിഷയം വരും. ഇത് ഈ കുട്ടിയുടെ പുറകേൽ ആ ശരീരത്ത് പ്രാപിച്ച്, അതായത് 50% എന്നാ പറയണേ ഞങ്ങള്. ഇപ്പൊ 4 പേരുണ്ടെങ്കിൽ 25%, ഇപ്പൊ 100% നമ്മൾ എടുക്കുകയാണെങ്കിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ മേത്തും ഉണ്ടാവും. ഒരാളുടെ മേത്ത് മാത്രമല്ല വരുന്നത്, ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ബാധിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ ആ കൊച്ചിൻ്റെ മേത്തു നിന്നാണ് പ്രേതബാധ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ മാത്രം നമുക്ക് ഒഴിയാൻ പറ്റത്തില്ല, ആ വീട്ടിലെ ഫാമിലിയും കൂടെ വേണം. അവർ ഈ ഒഴിവ് ചെയ്യുന്ന സമയത്ത് അവരുടെ കാല് വരുത്തി കയറുക, ഉള്ളവർ ആ മരിച്ച ആളുടെ പേര്, മരിച്ചതെങ്ങനെയാണ്, അവരിനി എന്ത് ചെയ്യും എന്നൊക്കെ ആ കുട്ടി സംസാരിക്കും. ഈ കുട്ടി ഈ അമ്മമ്മേനെ കണ്ടിട്ടില്ലാത്തതാണ്. ഇത് സത്യത്തിൽ നേരിട്ടുണ്ടായിട്ടുണ്ട്, വീഡിയോ എടുത്ത് വെച്ചിട്ടുമുണ്ട്. എന്തെങ്കിലും നമുക്കിപ്പോൾ കാണിക്കാനായിട്ട് അത് നമുക്ക് അലൗഡ് അല്ല സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറെ വീഡിയോ ഉണ്ടായിരുന്നു. ഇതിന്റെ ബാക്കി എന്നിട്ട് എങ്ങനെയാണ്? അത് ഈ കുട്ടിയുടെ മേത്ത് ഉണ്ടായി, പെട്ടെന്ന് അമ്മയുടെ മേത്തേക്ക് മാറി, അത് ചേച്ചിയമ്മയുടെ മേത്തേക്ക് മാറി. ചേച്ചിയമ്മക്ക് അധികം വയസ്സൊന്നുമില്ല, 30-35 വയസ്സ്. ചേച്ചിയമ്മ എന്ന് പറയുമ്പം അമ്മയുടെ ചേച്ചി അല്ല, അമ്മയുടെ അനിയത്തി അല്ല. അതായത് ഞാൻ ചെല്ലുന്ന വീട്ടില് അച്ഛനും അമ്മക്കും 2 പെൺപിള്ളേരാണ്. അതില് മൂത്താള് വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച സ്ത്രീയുടെ 2 പേരും വിവാഹം കഴിച്ചാണ്. അതിൽ ഇളയാളുടെ കുട്ടിയാണ് അവിടെ ഉള്ളത്. മൂത്താൾക്ക് കുട്ടികളൊന്നുമില്ല, ആളൊറ്റ കാസ്റ്റിംഗ്. അതാണ് ചേച്ചിയമ്മ. ആ ചേച്ചിയമ്മയുടെ മേത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ട് ഉടനെ സംസാരിച്ചു തുടങ്ങി. ഞാൻ ഈ വീട്ടിലെ അംഗമാണ്. ഞാൻ ചോദിച്ചു, നീ ആരാണ്, ഈ ശരീരത്തിൽ ഇരിക്കുന്ന ആരാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഈ വീട്ടിലെ അംഗമാണ്. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് മരണപ്പെട്ടെന്ന് ചോദിച്ചു. ഒരു പേര് പറഞ്ഞു, ആ പേര് ഞാൻ മറന്നുപോയി, പക്ഷെ നമ്മൾ ഓർത്തിരിക്കുകയല്ലേ, പ്രായമുള്ളവരുടെ പേര് പറഞ്ഞു.
എങ്ങനെ മരിച്ചത്? വെള്ളത്തിൽ വീണാ മരിച്ചത്. വെള്ളത്തിൽ എവിടെ വെള്ളത്തിൽ വീണ് മരിച്ചത്? ശരിക്കും അമ്മൂമ്മ വെള്ളത്തിൽ വീണാണോ മരിച്ചത്? അമ്മുമ്മയെപ്പോഴല്ല വെള്ളത്തിൽ വീണ് മരിക്കുന്നത്. ഇത് കുട്ടിയായിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. എനിക്കത് ഇങ്ങോട്ട് ക്ലിയർ ആയില്ല. അതായത് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ കേസ് മനസ്സിലായി. ഇത് ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞത് ഈ പ്രേതബാധ ഒരു കുട്ടിയുടെ മേത്ത് പ്രവേശിക്കുമ്പോ ഏത് രീതിയിലാണ്, അതായത് പ്രായമുള്ള ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാലോ അല്ലാതെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലോ ഒരു കുട്ടിയുടെ മേത്ത് പ്രവേശിക്കും. അത് അവരുമായിട്ട് നമ്മുടെ ഈ കേസ് പറഞ്ഞത്, ആശാൻ പറഞ്ഞത്, അതായത് ഈ അമ്മൂമ്മ ഈ കുട്ടി ജനിക്കുന്നതും കാണാൻ ആഗ്രഹിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് അതിനകത്ത് കാണാൻ കഴിയാതെ മരണപ്പെട്ടു. അപ്പം ഒരു 10-11 വയസ്സായി കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ അമ്മൂമ്മയുടെ പ്രേതബാധയാണോ അതോ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് എനർജി ആണോ ഈ കുട്ടിയുടെ ദേഹത്തേക്ക് കയറിയെന്നാണ് എന്റെ ചോദ്യം. അത് ഞാൻ പറഞ്ഞ കേസ് മനസ്സിലായി. അമ്മൂമ്മയായാലും അവിടെ മരണപ്പെടുന്ന ആരും ആകാം. അതെ, ഈ കേസിൽ അമ്മൂമ്മയാണല്ലോ. ഇപ്പൊ അമ്മൂമ്മ എന്ന് പറയുന്ന ആള് ഇവര് മരണപ്പെടുന്ന അതായിട്ടുള്ള ബാധയാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന ആ കുട്ടിക്ക് പല രീതിയിലുള്ള വിഷയങ്ങൾ നമുക്കുണ്ടാവും. അതായത് പഠനപരമായിട്ട് ഈ അലസത അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവും. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ദേഷ്യപ്പെട്ടു വരിക, അങ്ങനെ വന്ന് അത് നമ്മൾ ശരിക്കും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. അവർ പറയും മെൻ്റലി ആയിട്ടുള്ള ഗുളികകൾ കൊടുക്കും. ലാസ്റ്റ് മരപ്പാവ് പോലത്തെ കുട്ടിയായിട്ട് നടക്കുന്നതാണ്. എനിക്ക് അനുഭവങ്ങളിലുണ്ട്. കുറേ ഗുളികൾ കൊടുത്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ മാറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗുളികളൊന്നും കൊടുക്കുന്നില്ല. അന്നേരം അതിനകത്ത് അനുഭവങ്ങൾ വന്നത് ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് അടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്തെടുത്തൊരു കാര്യമാണ് ഞാൻ അതിനകത്തേക്ക് കയറ്റി പറഞ്ഞത്. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ മേത്തുണ്ടായിരുന്നത് ചേച്ചിയമ്മയുടെ അമ്മയുടെ മേത്ത് കയറി, അവിടുന്ന് ചേച്ചിയമ്മയുടെ മേത്തേക്ക് കയറി. എന്നിട്ട് ചേച്ചിയമ്മയുടെ മേത്ത് പ്രേതബാധ കയറി. ചേച്ചിയമ്മ ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ഈ വീട്ടിലാണ് കാണുന്നു. അന്നേരം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു പേര് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ആ കുട്ടി ഞാൻ ചോദിച്ചാൽ ഇത് എങ്ങനെ മരണപ്പെട്ടു അത് നമുക്ക് ചോദിക്കാം. അത് പറയുമോരി വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു. അന്നേരം ഈ കുട്ടിയുടെ നിൽക്കുന്ന കുട്ടിയുടെ അച്ഛൻ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു എന്താ കരയണമെന്ന് ചോദിച്ചു. എൻ്റെ സഹോദരി വെള്ളത്തിൽ വീണ് മരിച്ചത്. ഈ പറഞ്ഞ പേര് ആ സഹോദരിയുടെ പേരായിരുന്നു എന്ന് ചോദിച്ചു. ആണ്. അവർക്ക് മോഷം കൊടുക്കുന്നതിനകത്ത് ബുദ്ധിമുട്ട് പോലും ഉണ്ടോ? ഇല്ല, സന്തോഷമേ ഉള്ളു. ഞങ്ങൾ പലയിടത്തും പോയി ഒഴിവ് ചെയ്യാൻ നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. ഇതിന് ഒഴിവ് ചെയ്യുക എന്നല്ലേ പറയുന്നത്? ഇതിനാണ് ഒഴിവ് പറയുന്നത്. അതിൽ നമ്മൾ വിളക്ക് വെച്ചിട്ട് വിളക്കിൽ നമ്മൾ ആവാഹിച്ച് വിളക്കിലേക്ക് ഇടുകയും ഇവർ വിളക്കി പിടിക്കുമ്പോൾ തന്നെ ഇവർ ബോധം പോകും. ശരിക്കും അതായത് പ്രേതബാധയുള്ള വ്യക്തിക്ക് ബോധം പോയി കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ചോദിക്കും എന്ത് സംഭവിച്ചാണെന്ന് ഇങ്ങോട്ട് ചോദിക്കും. അതായത് അവർക്ക് ചില ആൾക്കാർക്ക് 50% മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവരിപ്പോൾ പറയാനായിട്ട് ഉന്നിയാണ്, ഇന്നത് ആണ്, എനിക്ക് എന്തോ സംഭവിക്കണം, അതൊന്നും അല്ല അവർ പറയണ. ഞാൻ ചോദിക്കണതിനുള്ള മറുപടി മാത്രമേ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. പണ്ടത്തൊക്കെ കാണില്ല ഭീകരാന്തരീക്ഷം, അതൊന്നും ഇല്ല ഇപ്പൊ ശരിക്കും സിനിമ കാണുന്ന പോലെ ഹോമൊക്കെ നടത്തി തെള്ളിയൊക്കെ അടിച്ച് ഭീകരാന്തരീക്ഷം. ഇതൊരു മണിയടി പോലും വേണ്ട നമുക്ക്. ശരി വേണ്ട. അതൊക്കെ ചുമ്മാ സിനിമയുടെ ഒരു ഇതിനു വേണ്ടി, അതായത് മണിച്ചിത്രത്താഴായിരുന്നു. അതായത് ഒരു ഭീകര. പിന്നെ അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇതുകൊണ്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ദിവസം 4 ദിവസം ഹോമം നടത്തിയിട്ടാണ് അതുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 15-20 മിനിറ്റ് മതി ഒരു ശരീരത്തെ ബാധിച്ചിരിക്കുന്ന വിഷയം ഒഴിവുകയാണ്. അത് തന്ത്രപരമായിട്ടാണ് ചെയ്യേണ്ടത്, മന്ത്രപരമായിട്ടുള്ള. തന്ത്രവും മന്ത്രവും വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രം ഉച്ചാരണങ്ങൾ ചെയ്ത് ഇപ്പോൾ ഒരു പ്രേതബാധ വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം പോകുന്നത് ഗണപതി ഹോമം തുടങ്ങി ഭഗവതി സേവ അങ്ങനെ തുടങ്ങും. ഇപ്പോൾ മുസ്ലിം പരമായിട്ടാണെങ്കിൽ അതിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലി ഞാൻ മുസ്ലിം പരമായിട്ടുള്ള പ്രേതങ്ങൾ ഒരുമിച്ച് ഒഴിവിനെ പോയിട്ടുണ്ട്. തങ്ങളുമായിട്ട് ചെയ്തിട്ടുണ്ട്. തങ്ങൾ മന്ത്രം ചൊല്ലുമ്പോൾ അതിനൊപ്പം പ്രേതബാധ ചൊല്ലിക്കൊണ്ടിരിക്കുക. അവർ ഇങ്ങനെ ഊതിയാണ് കാണാൻ. അവർ ഊതുമ്പോ അവരുടെ മുഖത്തിട്ട് തിരിച്ചൂതിയിരിക്കും ഈ എതിർന്നിരിക്കുന്ന ആളല്ല പ്രേതബാധ. അവര് മുട്ട എടുത്തിട്ട് മുട്ടയിൽ ആവാഹിച്ചിട്ട് അത് കത്തിക്കാൻ നേരത്ത് അതിന് മുമ്പ് ഇവിടെ കത്തിക്കുന്ന മുമ്പ് പൊട്ടിത്തെറിക്കും മുട്ട.
സാധാരണ ഫോട്ടോ കത്തിയപ്പോൾ പൊട്ടിത്തെറിക്കല്ലേ, ഇത് ബോംബ് ഫോട്ടോ പോലെ പൊട്ടിത്തെറിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോലും അപകടാവസ്ഥയിലുള്ള കാര്യങ്ങൾ ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക് മാജിക്കിൽ പെട്ടിട്ട് വന്നിട്ടുള്ളൂ. യെസ്, അതായത് നമ്മുടെ പഴയ ഇലിമിനാലിറ്റി എന്നൊക്കെ പറയുന്ന ബ്ലാക്ക് മാജിക്, അതായത് ബിഗ് ബോസിനകത്ത് പറയുന്നത്. അന്നേരം അത് ചെയ്തിട്ടുണ്ട്. അതിന് എന്നെ ശരിക്കും 3 ദിവസം കഷ്ടപ്പെടുന്നുണ്ട്. 9 ബാധ എന്നെ ഒഴിപ്പിച്ചു. 9 പേര് പറഞ്ഞതാണ്. ശരിക്കും ആ പേര് പറഞ്ഞിരിക്കുന്ന ആ ഒരു കഥ മാത്രം, ആ വീഡിയോ എടുത്തിട്ട് ഇടിയാണെങ്കിൽ ഒരു സിനിമയ്ക്കുള്ള സ്റ്റോറി ഉണ്ടാവും. അവർ പറയാണ് ഇന്ന ഭാഗത്തിരിക്കുന്ന ആള് ഇന്ന ഭാഗത്ത് എനിക്ക് വേണ്ടിയിട്ട് ഇന്ന കാര്യം ചെയ്യും എന്ന് പറഞ്ഞ് കറക്റ്റ് അവിടെ ആ സംഭവം നടന്നിരിക്കും. ഇതിൻ്റെ കൂടെ ഞാൻ ഒഴിവ് ചെയ്തിട്ട് അന്നൊരു പെൺകുട്ടീനെ ഒഴിവ് ചെയ്യാനായിട്ട് എൻ്റെ അടുക്കെ വന്നപ്പോൾ അവർ അച്ഛനും അമ്മയും എല്ലാം കൂടെ ഒഴിവ് ചെയ്യാൻ അവർ പറയാണ് എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഇപ്പം അവിടെ വീട് പൊളിക്കുമെന്ന് പറഞ്ഞ് അടിയും ബഹളം ഉണ്ടാകുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ആ ഫോണിൽ ആ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അവിടെ പണി നടന്ന് അവിടെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഓടി അവിടെ ചെന്നു ആ വീട്ടിലെന്താ സംഭവം എന്നുള്ളൂ. അവർക്ക് എവിടെ ഇരിക്കണം അവരെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇതില്ലെന്നുള്ളത് വിശ്വസിച്ചിട്ട് പണ്ട് എനിക്ക് ഇത് പഠിക്കണതിന് മുമ്പൊന്നും എനിക്കിത് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, പേടിയായിരുന്നു സിനിമയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര്, ഞാനിപ്പോൾ മഠം വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിന് അടുത്തായി മഠമായിട്ട് പുറത്തേക്ക് വന്നിട്ട്. അതിന് മുമ്പ് ഞാൻ ഓരോ കർമ്മങ്ങൾ പോയി ചെയ്യുമായിരുന്നു, ഞാൻ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അന്നേരം ഇതെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്താലും നമ്മൾ മൂല്യത്തിന് വേണ്ടിയിട്ടില്ല, അവരെ സംരക്ഷിക്കുക എന്നുള്ള, അവരെ രക്ഷപ്പെടുത്തി എടുക്കുക. നമുക്ക് സങ്കടം വരും ഒരുപാട്. മറ്റുള്ള ഒരാൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ ഒരു ഡോക്ടറെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത വിഷയമാണിത്. അതെ അതെ അതെ. അതായത് ഞാൻ ഈ വൈറ്റിലെ തന്നെ അല്ല, ഇത് ഞങ്ങളുടെ വൈറ്റിലേ അതൊക്കെ കഥ പറയും. ഈ വൈറ്റിലെ എനിക്ക് കറക്റ്റ് റൂട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പേരൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. വൈറ്റിലെ ജംഗ്ഷനിൽ നിന്ന് നേരെ കിഴക്കോട്ട് പോകുമ്പോൾ റെയിൽവേ ക്രോസ് വരാൻ പോകേണ്ട, അതിന് മുമ്പ് ഒരു സ്കൂളുണ്ട്. അവിടെ നിന്ന് ഉള്ളിലേക്ക് വടക്കോട്ട് ചെല്ലുമ്പോൾ തെക്കോട്ട് ചെല്ലുമ്പോൾ തമിഴന്മാരാണ് അവർ. അവരുടെ പേര് മകേശ്വരി എന്ന് പറയും. അവരുടെ പേരെനിക്ക് ഓർമ്മയുണ്ട്. അവൻ്റെ മകൻ MBA കാരനാണ്. MBA പാസ്സായിട്ട് 5 വർഷമായിട്ട് പെരേടകത്തൊരു റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അവൻ 6 മണി സമയമാകുമ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ അവൻ പുറത്തു പോകും, ഒരു 3 ബൂസ്റ്റർ ഹോർലിക്സിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് വരും. ഇത് മേടിച്ചിട്ട് പച്ചവെള്ളത്തിൽ കലക്കിയവൻ കുടിക്കണം. ഇവൻ്റെ നാക്കൊക്കെ സൈഡൊക്കെ മൊത്തം ഇങ്ങനെ ചുളുങ്ങി നിൽക്കേ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സമയം ഒന്ന് വരണം ഇവിടം വരെ. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് നോക്കാം. അന്നേരം അവൻ്റെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ട. ഞാൻ പറഞ്ഞു ചെറിയൊരു ദോഷമുണ്ട്, നമുക്കത് ചെറുതായിട്ട് ഒഴിവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആഭിചാര ദോഷവും കാണുന്നുണ്ട്, അതെല്ലാം ഞാൻ നോക്കി റിമൂവ് ചെയ്ത്. ഇവൻ ആ പെരേടകത്ത് കയറി ചെല്ലുമ്പോൾ അതിനകത്ത് സംഭവം നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന തിണ്ണയിൽ മുഴുവൻ ഇങ്ങനെ പാടുകളാണ്. അത് ഞാൻ ചോദിച്ചു ഈ പാടുകൾ ഇതെന്താണെന്ന് ചോദിച്ചു. ഇവൻ തുപ്പണതാണെന്നാവും. ഇപ്പം പെരേടാ. അമ്മക്ക് പേടിയാണ്. 2 സഹോദരങ്ങളാണ്. അതിൽ ഒരുത്തൻ തമിഴ്നാട്ടിലും ഒരുത്തനും ഇവിടെ. അമ്മ ഈ വീട്ടു ജോലിക്കൊക്കെ പോകുന്നു. അന്നേരം അവർക്ക് ഇച്ചിരി ഫിനാൻസ് ആയിട്ടൊക്കെ ഇച്ചിരി നല്ല ഗ്രേഡിൽ താമസിക്കുന്നതാണ്. പെരേടകത്ത് മുഴുവൻ തുപ്പി വെച്ചിരിക്കുന്ന അവസ്ഥ. അത് ആർക്കും ചെല്ലാൻ സംസാരിക്കാൻ പേടി, അവർക്ക് പേടി. ഞാൻ പറഞ്ഞ അമ്മ അന്നേരം ഇതെങ്ങനെ സംസാരിക്കും, ഒരു ഭക്ഷണം കൊടുക്കും, നിങ്ങൾ തന്നെ ചെന്ന് ഒന്ന് ശരിയാക്കി താ. അവർക്ക് മലയാളം അറിയാം ശരിക്കും. അവർ ഇവിടെ വന്നിട്ട് എത്തിയിട്ട് നാളെ. അന്നേരം ഞാനവിടെ ചെന്ന് അവനുമായിട്ട് സംസാരിച്ചിട്ട് അവനൊന്നും പറയാനില്ല. അവന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ് ഒഴിവെടുക്കണം. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ല്, നമുക്ക് പറ്റണില്ല, അതിനകത്ത് നിൽക്കാൻ പറ്റണം, അത്രയ്ക്ക് വെറുപ്പായിട്ട് തോന്നുന്നു, ഒരു വല്ലാത്തൊരു മണമോ. അവിടെ ആ റൂമിൽ വെച്ച് ഞങ്ങൾ ഒഴിവെടുത്ത് അവനതിനകത്ത് ഇരുന്ന്, ഞങ്ങൾക്ക് ഇരുന്ന് കിട്ടിയാൽ മതി, ഇരുന്ന് ചടങ്ങെടുത്ത് പോന്നു. പിന്നീട് ഞാൻ പറഞ്ഞു ഒന്ന് തിരുവിഴായി വരെ ഒന്ന് വരണമെന്ന് വെച്ചാൽ അന്ന് നമുക്കിവിടെ ഛർദ്ദിപ്പിക്കലിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം എനിക്ക് ചെയ്യാമെന്ന് എനിക്കറിയാം, അവിടെ ചെയ്ത് മാറ്റും, ചെറിയ കേസിൽ മാറ്റാം. അങ്ങനെ അവർ ചേട്ടനും അനിയനും വന്ന്, ചേട്ടന് വിശ്വാസമില്ല, പേയും പിശാചൊന്നും വിശ്വാസമില്ല. അവൻ്റെ ചേട്ടനുമായിട്ട് വന്ന് ഞാൻ തിരുവഴാമ്പലത്തിൽ പോയി. തിരുവഴാമ്പലത്തിൽ ഞാനും കൂടെ നിന്നു. ഇവരെ കൊണ്ടുവന്ന് അവിടുത്തെ നേദ്യം കഴിപ്പിച്ച് വലത്ത് വെച്ച് ഛർദ്ദിച്ചപ്പോൾ ഇറച്ചി പീസ് ഒന്നല്ല, ഒരു 6-7 എണ്ണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവനവിടെ വന്ന് മഠത്തിൽ വന്ന് ഞാൻ ചരട് കെട്ടി ജപിച്ച് അവൻ ഇപ്പം ജോലിക്ക് കയറി. അവൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്നൊരു വീതം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ടില്ല. ഇത്രയും ചടങ്ങ് നടന്നിട്ടും ഞാനൊരു കാര്യം ചോദിച്ചിട്ടില്ല. നിങ്ങൾ രക്ഷപ്പെടുക,
നിങ്ങൾ രക്ഷപ്പെട്ട് വന്നാൽ ഇപ്പം ഫേസ്ബുക്കിൽ കാണാറുണ്ട്. അല്ല, ഈ ഇറച്ചി പീസ് എന്ന് പറയുമ്പോൾ അതായത് കൈവശപരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് കൈവശവും പ്രേതബാധ തന്നെ. പ്രേതബാധ ആരോ അവന്റെ പണി കൊടുത്തതാ. ഇപ്പൊ താങ്കൾക്ക് വേണമെങ്കിൽ അറിയാവുന്ന ഒരു ജ്യൂസിൽ കൊണ്ടുവന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണി കൊണ്ടുവന്ന് തന്നാൽ താങ്കൾ കഴിക്കും. അതിന് അതീവ ടേസ്റ്റ് തോന്നും. അല്ല, എന്താ ഇതെങ്ങനെ ഈ കൈവശം എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? അതായത് ആർജിച്ചെടുക്കുക എന്നാ പറയുക. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മൈൻഡ് മാറ്റുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ആവാഹിച്ചെടുക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരുണ്ട്. ഏത് ആളെ ആവാഹിക്കാൻ പറ്റും, നമുക്ക് അവരുടെ മൈൻഡ് മാറ്റാൻ പറ്റും. അതായത് 7-6 എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല, ബോധിധർമ്മം എന്ന് പറഞ്ഞ പോലെ അത് ഉപാസനയാണ്. അത് ശരിക്കും അതായത് ആർജിച്ചെടുത്തിട്ട് അത് ഒരു ഭാഗത്തിലേക്ക് അത് കൊടുക്കുക. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ചേരാം. അങ്ങനെ ആർജിച്ച് കൊടുക്കുന്ന ആ ഫുഡിൽ കൊടുത്തു വെക്കുന്നത് തന്നെ നശിപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കണമെങ്കിൽ, താൻ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിക്കുന്ന ആ ഇറച്ചി പീസ് ദഹിക്കത്തില്ല, വയറ്റിൽ കിടക്കും. താൻ 20 വർഷം കഴിഞ്ഞാലും 20 വർഷവും തൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ അവിടെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഛർദ്ദിച്ചപ്പോൾ 14 വർഷം മുമ്പ് ഛർദ്ദിച്ച് ഒരു പയ്യൻ ഡ്രൈവറാണ്, അവന് 3-4 വണ്ടി ട്രാവലർ കാര്യങ്ങളൊക്കെ ഉണ്ടായി. മൊത്തത്തിൽ ഇടിഞ്ഞു പോയി, വണ്ടിയൊന്നുമില്ല. ഇപ്പം വെള്ളാടിയായി. അവൻ്റെ അടിക്ക് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എവിടെ ചെന്ന് നോക്കിയാലും എനിക്ക് ഇറച്ചിയിൽ കൈവശം തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ചേട്ടൻ എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? 4 കരിക്ക് മേടിച്ചിട്ടുണ്ട്, ഇത് കുടിച്ചിട്ടൊന്ന് വലത്ത് വെച്ചോളാം. അവൻ വലത്ത് വെച്ച് അവനൊരു 8-9 വലത്തെ വെച്ചുള്ളൂ. ഛർദ്ദിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ കക്കാറച്ചി, നമ്മുടെ കക്കാറച്ചി എന്ന് പറയുന്നത്, അതൊരു 8-9 പീസുണ്ട്. ഇവൻ പറയുന്നില്ല എന്തിനാണ് ഇത്. ഛർദ്ദിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ്, എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ കുറവ് വന്ന പോലെ, എന്തൊരു ഭാരം കുറഞ്ഞ പോലെ, എനിക്ക് ഭയങ്കര എൻ്റെ എനർജി വന്നു. ഈ കക്കാറച്ചി അവിടെ ഉണ്ട്. ഇന്നേ വരെ ഞാൻ 15 വർഷമായിട്ട് കക്കാറച്ചി എന്ന് പറഞ്ഞ സാധനം തൊടാത്തതാണ്. ഈ സാധനമാണ് ഇതെങ്ങനെ എൻ്റെ വയറ്റിൽ നിന്ന്. അന്നേരം അവൻ പറയുന്നുണ്ട്, എനിക്ക് കക്കാറച്ചിയിൽ ഒരാളെനിക്ക് കക്കാറച്ചി എനിക്ക് കൊണ്ടുവന്ന് വേവിച്ച് തന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ നാശം തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ കക്കാറച്ചി കഴിക്കാറില്ല. അന്നേരം അതേപോലെയുള്ള പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രേതബാധ എന്ന് പറയുന്നത് വഴിയിൽ നിന്നും കയറാം. പിന്നെ വഴിയിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. അത് എനിക്ക് തൈക്ക അവിടെ ഒരു നാടകം ഇപ്പം അത് കൂട്ടിപ്പോയി, എൻ്റെ പേര് മറന്നുപോയി. തൈക്ക ബീച്ചിലേക്ക് പോകുന്നൊരു പാളമുണ്ട്, അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള. അത് അവനാ പറയുന്നത്. ഒരു പയ്യന് നല്ല ഒത്ത ആരോഗ്യമുള്ളൊരു പയ്യൻ. ഞാനൊരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട്, ഈ പെണ്ണുങ്ങളുടെ മേത്താണല്ലോ കൂടുതൽ പ്രേതബാധ വരുന്നത്, ഈ ആണുങ്ങളുടെ മേത്ത് എന്താ പ്രേതബാധ ഇല്ലേ? ഇത് പറഞ്ഞ് പിറ്റേ ദിവസം ഒരാൾ കയറി വരികയാണ്, ഒത്ത ആളിങ്ങോട്ട് കയറി വരിക. ആണോ, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. നിനക്ക് എന്തോ പ്രശ്നമാണ്? എനിക്ക് തലേന്ന് നേരെ നിൽക്കണില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല, വീട്ടിലൊക്കെ മൊത്തം വഴക്കാണ്, ഞാനെല്ലാം തല്ലിപ്പൊട്ടിച്ച് കളയും. എന്തെങ്കിലും എനിക്ക് കുഴപ്പമുണ്ടോ? അണ്ണൻ ഇവിടെ വിഷയങ്ങളൊക്കെ എടുക്കുന്നില്ല, അണ്ണൻ അറിയാൻ പറ്റുമല്ലോ. എന്നുവെച്ചാൽ നമ്മളൊരു സഹോദരിയുടെ മകനാ. അന്നേരം അവനൊന്നും ഒട്ടും വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഇപ്പൊ പക്ക വിശ്വാസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവിടെ വന്നിരുന്ന് ഞങ്ങള് അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ സംസാരിക്കാൻ തുടങ്ങി. ഇവൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, എനിക്കൊരു കുട്ടിയുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം. അങ്ങനെ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് മരണപ്പെട്ടത്? ഇവൻ കെട്ടിയിട്ടില്ല, ഇവന് 18 വയസ്സേ ഉള്ളൂ, 18-19 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചു, നീ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ? ഞാൻ വിവാഹം കഴിച്ച, എനിക്ക് ഒരു കൊച്ചുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് മരണപ്പെട്ടത്? വണ്ടി ആക്സിഡൻറ്റ്, സ്കൂട്ടർ ചെന്ന് പോസ്റ്റയിൽ ഇടിച്ചാണ് വീണത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ ഒരുപാട് നേരം ഞാൻ അവിടെ കിടന്നു, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അതായത് ആ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി, ആരും കൊണ്ടുപോകാനില്ലാതെ വിജനമായിട്ടുള്ള സ്ഥലത്ത് കിടന്ന് രക്തം വാർന്നാണ് മരിച്ചെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരം അത്രേ അവന് ഓർമ്മയുള്ളൂ. അതായത് ഇവൻ്റെ ഓർമ്മ
നമ്മൾ ഒരു ആൾക്ക് ഒരു ബ്ലീഡിങ് പരമായിട്ട് രക്തം എന്തോരം ഊർന്ന് സീറോയിലേക്ക് വരുന്ന സമയം വരെ അവന് ഓർമ്മയുണ്ടാവും. ഒരു ഇപ്പോൾ ബാറ്ററി ചാർജ് തീർന്ന് കിടന്ന പോലെ അത്രയും കാര്യങ്ങൾ അവൻ ഓർത്ത് വെച്ചെന്നുള്ളതാണ്. അത് അവൻ സംസാരിച്ച് എന്നിട്ട് ഞാൻ ചോദിച്ചു, നിനക്ക് മോശം തരാം ഒഴിവിയാൻ സമ്മതമാണെന്ന് ചോദിച്ചു. ഇവർ പറയും സമ്മതമാണെങ്കിൽ സമ്മതമാണെന്ന് പറയും. നമ്മൾ ദേഹം കൊടുക്കാമെന്ന് പറയും. തന്ത്രത്തിനൊരു പ്രത്യേകമുണ്ട്. കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കാമെന്നില്ല, കാരണം ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുകയുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്ത്രികപരമായിട്ടുള്ള ഇപ്പോൾ പൂജാതി കർമ്മപരമായിട്ട് നമുക്ക് ചെയ്യണം, ഉപനയനപരമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വായിച്ചിട്ട് ചെല്ലാൻ പറ്റും, അവിടെ ഇവിടെ കൊടുക്കും, കൊടുക്കും എന്നൊക്കെ പറയും. പക്ഷേ കുറേയൊക്കെ തിരിച്ചും വരും. ആരെങ്കിലും മേത്ത് കയറി നേരെ തിരിച്ച് വീട്ടിൽ വരും, പിന്നെയും തുടങ്ങും പണി. ഇതല്ല, ഇത് പീഠത്തിൽ ഒഴിവായത്. ഇത് ഒഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഠത്തിൽ ഒഴിവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഞങ്ങൾ റിമൂവ്, അതായത് പുറത്തു പോകാൻ വീണ്ടും അനുമതി കൊടുക്കുന്നൊരു ഘട്ടമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, എൻ്റെ പുറകെ പറഞ്ഞുതരാം. ഇത് അവന് മേത്തുണ്ടായിരുന്നു, അന്നേരം മരണപരമായിട്ട് അത് ഒഴിവ് ചെയ്ത് ആള് പക്കയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല.